പ്രകാശമേ മിഴി തുറക്കുക വേഗം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, വചനദീപ്തി എന്ന വചന വിചിന്തനത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വായനയ്ക്കായി നിർദ്ദേശിച്ചിരിക്കുന്ന ലൂക്കാ എഴുതിയ സുവിശേഷം 1-ാമത്തെ അധ്യായം 34 മുതൽ 38 വരെയുള്ള വാക്യങ്ങളാണ്. അതിൽ അവസാനത്തെ വാക്യം ഞാൻ വായിക്കട്ടെ. മറിയം പറഞ്ഞു, ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. സ്നേഹമുള്ളവരെ, മംഗലവാർത്ത കാലമാണിത്. രക്ഷകൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്ന കാലമാണ് മംഗലവാർത്ത. ദൂതൻ മറിയത്തെ അറിയിച്ച വാർത്തയാണ് സദ്വാർത്ത. അപ്പോൾ ആ വാർത്ത കേൾക്കുമ്പോൾ മറിയം സ്വയം ഇട്ടുകൊടുക്കുന്നതിൻ്റെ മറിയത്തിൻ്റെ മനോഭാവമാണ്, മറുപടിയാണ് കേട്ടത്. കർത്താവിൻ്റെ ദാസി, കർത്താവിൻ്റെ ദാസിയാണ്. എനിക്ക് സ്വന്തമായിട്ടൊന്നുമില്ല, എല്ലാം ദൈവത്തിൻ്റെ ദാനം. എൻ്റെ ഇഷ്ടമല്ല, ദൈവത്തിൻ്റെ ഇഷ്ടമാണ് എന്നെ നയിക്കേണ്ടത്. അപ്പോൾ ആ മനോഭാവം നമുക്കുണ്ടാകണം. ഇവിടെ ദുഃഖമില്ല, നിരാശയില്ല, സന്തോഷം. കർത്താവിൻ്റെ ദാസിയാണ്. ആ വാക്ക് കേൾക്കുന്നതിൽ ഉള്ള സന്തോഷം. ഇപ്പോൾ ഞാൻ കർത്താവിൻ്റെതാണെന്നുള്ള ബോധ്യമുണ്ടാകണം. കർത്താവിൻ്റെ ദാസിയാണ്, കർത്താവിനെ കാത്തുകൊള്ളും. എനിക്ക് ഒന്നേ ചെയ്യാനുള്ളൂ, അവിടുത്തെ വാക്ക് കേൾക്കുക, അവിടുത്തെ ഹിതം തിരിച്ചറിയുക, അതനുസരിക്കുക. ഈ മനോഭാവം നമുക്കുണ്ടാകണം. രക്ഷകനെ സ്വീകരിക്കാൻ മംഗലവാർത്തക്കാലത്ത്, ആഗമന കാലത്ത് അർത്ഥവത്താകണമെങ്കിൽ ഈ മനോഭാവം നമുക്കുണ്ടാകട്ടെ. ഇതാ കർത്താവിൻ്റെ ദാസൻ, കർത്താവിൻ്റെ ദാസി, നിൻ്റെ വാക്ക്, നിൻ്റെ ഹിതം, അതായിരിക്കട്ടെ എൻ്റെ ജീവിത പ്രമാണം, അതായിരിക്കട്ടെ എൻ്റെ ജീവിതത്തെ നയിക്കുന്നത്. ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വാക്ക് എന്ന് നിറവേറട്ടെ. നിൻ വഴിയേ